ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ ഒടുവിൽ ഹൈക്കമാൻഡിൽ നിന്ന് വന്നിരിക്കുന്ന ആവശ്യം മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു, അവരിൽ നിന്ന് കേൾക്കണമെന്നുള്ളതാണ്. ഇവിടുത്തെ മറ്റ് നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരെയും വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കേട്ട് ഇതുവരെ കേട്ടത് മതിയായിട്ടില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നത് എന്തുകൊണ്ടായിരിക്കാം? മുൻ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്ന് കേൾക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷം VD സതീശിനൊപ്പമാണെന്ന് കേൾക്കുന്നു. പക്ഷേ വർക്കിംഗ് പ്രസിഡന്റുമാരിലേക്ക് എത്തുമ്പോൾ അത് തിരിച്ച് ഒരാൾ പോലും VD സതീശിനൊപ്പമല്ല എന്നുള്ള ചിത്രവുമുണ്ട്. MLA മാർ എങ്ങനെയാണ് കേസിക്കൊപ്പം കൂടുതലായി എത്തിയത് എന്നുള്ള കണക്കിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്നുള്ളതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കണക്കെല്ലാം കൂട്ടി ആർക്കാണ് ഏറ്റവും കൂടുതൽ കണക്കിൽ മുന്നിലെത്താൻ പറ്റുന്നത്, അയാളാകും മുഖ്യമന്ത്രി എന്നതാണോ മനസ്സിലാക്കേണ്ടത്? ഈ ജനവികാരം എന്നുള്ളത് ഇന്നലെ തമിഴ്നാട്ടിൽ പോയി എന്താണ് എന്നുള്ളത്, തമിഴ്നാട്ടിലെ ജനവികാരം എന്താണെന്ന് നേരിട്ട് കണ്ടറിഞ്ഞതാണല്ലോ രാഹുൽ ഗാന്ധി. അല്ല, അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പിന്നെ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ ഒരു കൺസോളിഡേറ്റഡ് സോളിഡിഫൈഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ ഡിസ്പാരറ്റ് ആയിട്ടുള്ള, പരസ്പര വിരുദ്ധമായിട്ടുള്ള, വ്യത്യസ്തമായ താല്പര്യങ്ങളുള്ള ഒരുപാട് ആളുകൾ ആ പാർട്ടിയിലുണ്ട്. അതിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവം അങ്ങനെയാണ്. കാരണം എല്ലാ കാലത്തും കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ നിലപാടുകളുള്ള, വ്യത്യസ്തമായ പശ്ചാത്തലമുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അതാണ് ആ പാർട്ടിയുടെ ഒരു വലിയ ശക്തിയും. അതുകൊണ്ടാണ് അത് കേരളത്തെയും ഇന്ത്യയും യഥാർത്ഥത്തിൽ അതിൻ്റെ കോംപ്ലക്സിറ്റിയിൽ, അതിൻ്റെ സങ്കീർണതയിൽ പ്രതിനിധാനം ചെയ്യുന്നൊരു പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന സമയത്തും ഒരു തർക്കം വന്ന സാഹചര്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പരമാവധി എല്ലാ വിഭാഗങ്ങളെയും കേട്ടു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ പാർട്ടിക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ പാർട്ടിക്കകത്ത് ഭിന്നതകൾ വരികയും വീണ്ടും പഴയ ഗ്രൂപ്പ് തർക്കത്തിലേക്കും വീണ്ടും പഴിചാരലേക്കും തമ്മിലടിയിലേക്കും മുണ്ടുരിയലിലും ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അതിൻ്റെ ആ പ്രോസസ്സ് പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വിഭാഗം ആളുകളോടും ചർച്ച ചെയ്യുന്നു, എല്ലാതരം അഭിപ്രായങ്ങൾ വെക്കുന്നു. ആ അഭിപ്രായങ്ങളിൽ നിന്ന് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ആളെ എണ്ണം നോക്കിയിട്ട് ടിക്കറ്റ് അടിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു കാൽക്കുലേറ്റർ വെച്ചിട്ട് മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെയുള്ളൊരു പ്രശ്നം, യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് 3 പേര് ക്ലെയിം ഉന്നയിച്ചപ്പോൾ അതിനകത്ത് ഒരാൾ വരുന്ന രീതിയിലൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ ഒറ്റയടിക്ക് പുറത്ത് കളയാൻ കഴിയില്ല. അദ്ദേഹം വളരെ സമുന്നതനായിട്ടാണ്. KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ആൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ കാര്യദർശിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ക്ലെയിം അങ്ങോട്ട് ഉന്നയിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് അദ്ദേഹം തള്ളിക്കളയാൻ കഴിയില്ല. ആ പ്രോസസ്സ് പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റ് 2 ആളുകൾ കേരളത്തിൽ എലക്ട് ചെയ്യപ്പെട്ട MLA-മാരാണ്. അതിനകത്ത് ആർക്കാണ് കൂടുതൽ സ്വാധീനമുള്ളത്, ആരാണ് മുഖ്യമന്ത്രി ആയാൽ കൂടുതൽ ശോഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഈ ഡിലേ സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയല്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും കേൾക്കാൻ പാർട്ടി ബാധ്യസ്ഥമാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളുടെ ഒരു വികാരമുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നത് കേരളത്തിലല്ല, മറിച്ച് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഒരു ഹങ് അസംബ്ലിയാണ് വന്നത്. ആ ഹങ് അസംബ്ലി ഉണ്ടായിട്ട് ഒരു മെജോറിറ്റി, പൂർണ്ണമായ മെജോറിറ്റി ഇല്ലാത്ത എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റക്കക്ഷിയായ TVK ഗവർണർ അടക്കം കുറേ വട്ടം തിരിച്ചു. ഗവർണർ വട്ടം തിരിച്ചിട്ടും അവസാനം TVK തന്നെ പാർട്ടിക്ക് അവരുടെ മുഖ്യമന്ത്രിയെ, അവരുടെ മന്ത്രിസഭയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് കഴിഞ്ഞ് അവർ നടപടിയിലേക്ക് നീങ്ങി. കേരളത്തിലാകട്ടെ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഭരിക്കുകയാണ്. കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് കേരളത്തിൻ്റെ സ്ഥിതിഗതികൾ വളരെയേറെ മോശമായിട്ടുണ്ട്. എല്ലാ രംഗത്തും കേരളം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെയുള്ള സമയത്ത് ഒരു ഭരണസ്തംഭനം, ഏതാണ്ട് ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഒരു കാലയളവാണ് ഇന്നത്തെ കാലത്ത്. ആ ഒരു ഭരണസ്തംഭനം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അസംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നമായി. ഒരു തീരുമാനമെടുക്കാൻ ഇത്രയേറെ വൈകുന്നു എന്നുള്ളത് പാർട്ടിക്ക് ദോഷം ചെയ്യും. പക്ഷേ ഈ തീരുമാനമെടുക്കുന്ന പ്രോസസ്സ് പൂർത്തിയാക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് 1-2 ദിവസം കൊണ്ട് കാര്യങ്ങൾ ശുഭമായിട്ട് കലാശിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.